Question number 13. Theoretical ചോദ്യമാണ്. For all elements, greater the mass of the nucleus, greater is the binding energy per nucleon. Nuclei എന്നുള്ള ചാപ്റ്റർ വന്നിരിക്കുന്ന ചോദ്യമാണ്. ആറ്റത്തിൽ വന്നു ന്യൂക്ലിയയിൽ നിന്ന് വന്നല്ലേ. For all elements, greater the mass of the nucleus, greater is the binding energy per nucleon. You guys remember, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ ഗ്രാഫും മാസ് നമ്പറിന്റെ ഗ്രാഫും ഏകദേശം ഇങ്ങനെ പോയി കൂടി ചെറിയ ആൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടായിട്ട് ഇവിടുന്ന് ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യുക, കുറയുക ചെയ്യുക അല്ലേ. അതായത് മാസ് നമ്പർ 30 താഴെയുള്ളവർക്കും മാസ് നമ്പർ 170 മുകളിലുള്ളവർക്കും ബൈൻഡിങ് എനർജി എന്താണ്, കുറവാണ്. ഇവർക്കിടയിൽ ഉണ്ടാവർക്കാണ് ബൈൻഡിങ് എനർജി ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. അതായത് മാസ് നമ്പർ കൂടുതലുള്ള ആളുകൾക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെന്ന് പറയുന്നത് തെറ്റല്ലേ. കാരണം 170ക്ക് പുറമെ ബൈൻഡിങ് എനർജി ഉള്ള ആളുകൾക്കൊക്കെ ബൈൻഡിങ് എനർജി 170 ഒക്കെ മാസ് നമ്പറിന് പുറമെയുള്ള ആളുകൾക്കൊക്കെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ്, കുറവാണ്. സോ ഫോർ ഓൾ എലമെന്റ്സ് greater the mass of the nucleus, greater is the binding energy per nucleon എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2. For all elements, nuclei with less binding energy per nucleon transforms to nuclei with greater binding energy per nucleon. ശരിയല്ലേ? അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞ ലൈറ്റ് ന്യൂക്ലിയർ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ജസ്റ്റ് ഈ ഫിഗർ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് എന്ന ഐഡിയ കാർഡ് പറയുന്നത്. സോ മാസ് നമ്പർ 30 കുറവുള്ള ആളുകൾ എന്താ സംഭവിക്കുക, ഫ്യൂസ് ചെയ്തിട്ട് ബൈൻഡിങ് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂഷൻ പ്രോസസ്സിൽ ഏർപ്പെടും. മാസ് നമ്പർ കൂടിയ 170 മുകളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ഫിഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ട് ബൈൻഡിങ് എനർജി കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും, ബൈൻഡിങ് എനർജി കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ഫോർ ഓൾ എലമെന്റ്സ് ന്യൂക്ലിയർ വിത്ത് ലെസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ട്രാൻസ്ഫോംസ് ടു ന്യൂക്ലിയർ വിത്ത് ഗ്രേറ്റർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഈ പരിപാടി ചെയ്യും. അത് ശരിയല്ലേ? അത് ശരിയാ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്, 2 ട്രൂ ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊരു ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുണ്ടാവുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും നമ്മളെ കേവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്.